എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 NCERT ഹിന്ദിയുടെ വസന്ത് എന്ന പുസ്തകത്തിലെ 14th ചാപ്റ്ററാണ്. 14ാമത്തെ ചാപ്റ്റർ ഖാൻ പാൻ കി ബദൽത്തി തസ്വീർ. ഇത് എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല ആണ്. അപ്പോൾ ഇതൊരു ഗദ്യമാണ്. ഗദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗദ്യത്തിലും പലതരത്തിലുള്ള ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, പ്ലേ ഉണ്ടാവും, അല്ലെങ്കിൽ കഥ ഉണ്ടാവും, എസ്സേ ടൈപ്പ് ഉണ്ടാവും. അങ്ങനെ ഇതൊരു കഥയല്ല, ഇതൊരു എസ്സേ പോലെയാണ്. അതുപോലെ ഒന്നാണ്. അപ്പോൾ ഇതിൽ ഖാൻ പാൻ കി ബദൽത്തി തസ്വീർ. ഖാൻ പാൻ എന്ന് പറഞ്ഞാൽ ആഹാരരീതി, നമ്മളുടെ ഭക്ഷണവും പാനീയവും. ഖാൻ പാൻ ഭക്ഷണവും പാനീയവും. കി ബദൽത്തി തസ്വീർ അതിൻ്റെ മാറുന്ന ഒരു മുഖം. അതെന്താണെന്ന് പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ആഹാര രീതികൾ, വിവിധ പ്രദേശങ്ങളിലുള്ള ആഹാര രീതികളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നോക്കാം. पिछले 10-15 वर्षों में हमारी खान पान की संस्कृति में एक बड़ा बदलाव आया है. കഴിഞ്ഞ 10-15 വർഷത്തിൽ നമ്മളുടെ ഭക്ഷണ രീതിയിൽ സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം, അതിൻ്റെ സംസ്കാരത്തിൽ ഒരു വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ, ബട, സാമ്പാർ, രസം അബ് കേവൽ ദക്ഷിൺ ഭാരത് തക് സീമിത് നഹി. അപ്പോൾ ഈ ഇഡ്ഡലി, ദോശ, വട, സാമ്പാർ, രസം ഇതൊക്കെ എവിടുത്തെയാണ്? ഇതൊക്കെ ദക്ഷിൺ ഭാരത്തിലെ, സൗത്ത് ഇന്ത്യയിലത്തെ ഐറ്റംസാണ് ഇതെല്ലാം. അപ്പോൾ അത് അവിടെ മാത്രം ലിമിറ്റഡ് അല്ല, സീമിത് നഹി, അവിടെ മാത്രം കിട്ടുന്നതല്ല ഇപ്പം കുറേ കാലമായിട്ട്. കാരണം പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, നമുക്ക് അവിടുത്തെ സൗത്തിൽ, നോർത്തിൽ, ഈസ്റ്റിൽ അങ്ങനെ ആയിരുന്നു. ഓരോരോ സ്ഥലങ്ങളിലത്തെ മാത്രമേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഏത് സാധനങ്ങളും എവിടെ വേണോ ഏകദേശം എല്ലാം ലഭിക്കാൻ തുടങ്ങി. അതാണ് പിന്നെ പറയുന്നത്, അതാണ് ലേഖകൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കൂടിയിട്ട് കേട്ടോ. ये उत्तर भारत के भी हर शहर में उपलब्ध है. അപ്പോൾ ഈ ഇഡ്ഡലി, ദോശ, വട എന്നുള്ള സാധനം, ഈ ഐറ്റംസ് എല്ലാം ദക്ഷിൺ ഭാരതത്തിൽ മാത്രമല്ല, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും ഉത്തർ ഭാരതത്തിലും എല്ലാം കിട്ടാൻ തുടങ്ങി. और अब तो उत्तर भारत की ढाबा संस्कृति लगभग पूरे देश में फैल चुकी है. ढाബ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ചെറിയ ടൈപ്പിലുള്ള ഹോട്ടൽ പറഞ്ഞാൽ നമ്മൾ ഈ തട്ടുകട എന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അതുപോലെ കേട്ടോ. അപ്പോൾ മെയിനായിട്ടും ഈ ഡാബ എന്ന് പറയുന്നത് ഈ പഞ്ചാബികളുടെയൊക്കെ ആയിരിക്കും, പഞ്ചാബി ഐറ്റംസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ പറയണത് ഇഡ്ഡലി, ദോശ നോർത്ത് ഇന്ത്യയിലും കിട്ടുന്ന പോലെ ഇപ്പോൾ ഈ ധാബ എന്നുള്ളത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്, മെയിനായിട്ടും പഞ്ചാബി ഐറ്റംസാണ്. പക്ഷെ അതിപ്പോൾ എല്ലാവിടെ ലഗ്ഭഗ് ഏകദേശം പൂരെ ദേശ് മേ ഫെൽ ചുക്കി ഹെ, മൊത്തം ദേശത്തിൽ അതും സ്പ്രെഡ് ആയിട്ടുണ്ട്, എല്ലാവിടെയും കിട്ടാറുണ്ട്. അപ്പം അത് കേരളത്തിലും ഇഷ്ടംപോലെ സ്ഥലത്ത് പഞ്ചാബി ധാബ, അങ്ങനെ എന്തൊക്കെയോ ധാബകളൊക്കെ ഉണ്ട്. അവിടെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട്. अब आप कहीं भी हो, उत्तर भारतीय रोटी, दाल, साग आपको मिल ही जाएंगे. നിങ്ങൾ ഇനിയിപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഐറ്റംസായ റോട്ടി, ദാൽ, സാഗ്. റോട്ടി പറഞ്ഞാൽ ചപ്പാത്തിക്കാണ് റോട്ടി എന്ന് പറയുന്നത്. ദാൽ പരിപ്പ്, സാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്കറികളാണ്. അതെല്ലാം കൂടി മിക്സായിട്ടും അല്ലെങ്കിൽ തനിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് പൊതുവെ സാഗ് എന്ന് പറയും. ആപ്കോ മിൽ ജാ, നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. ഫാസ്റ്റ് ഫുഡ്, തുരന്ത് ഭോജൻ. ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേർഡാണ്. തുരന്ത് ഭോജൻ കാ ചലൻ ഭി ബഡേ ഷഹറോ മേ ഖൂബ് ബഡാ ഹെ. ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നെ അതും എല്ലാ വലിയ സിറ്റിയിൽ, ബഡേ ഷഹറോ മേ വലിയ സിറ്റികളിൽ, മെയിനായിട്ടുള്ള ബോംബെ, ഡൽഹി, കൽക്കട്ട, പിന്നെ ചെന്നൈ, അങ്ങനെയുള്ള ഹൈദരാബാദ്, അങ്ങനെയുള്ള വലിയ സിറ്റികളിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ നോക്കിയാലും ഫാസ്റ്റ് ഫുഡ് തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ് മേ ബർഗർ, നൂഡിൽസ് ജैसी कई चीज़ें शामिल है. അപ്പോൾ ഫാസ്റ്റ് ഫുഡിൽ എന്തൊക്കെയാണ് വരിക? ബർഗർ, ന്യൂഡിൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും. ഇതൊക്കെ ഫാസ്റ്റ് ഫുഡാണ്. एक ज़माने में कुछ ही लोगों तक सीमित चाइनीज़ नूडल्स अब संभवतः किसी के लिए अजनबी नहीं रहे. ഒരു കാലത്ത് കുച്ച് ഹി ലോഗോൻ തക് സീമിത്, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയാവുന്ന ചൈനീസ് നൂഡിൽസൊക്കെ ഇപ്പം അതൊക്കെ വളരെ കോമൺ ആണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. കിസിക്കലി അജ്നബി നെഹി, ആർക്കും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലാതെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അത് ചെറിയ വണ്ടികളിലും കൂടിയിട്ടൊക്കെ ഉണ്ടാക്കണതും വിൽക്കണതുമാണ് ഇപ്പം ആയിട്ട്. 2
मिनट्स नूडल्स के पैकेट बंद रूप से तो कम से कम बच्चे बूढ़े सभी परिचित हो चुके हैं. 2 മിനിറ്റ്സ് നൂഡിൽസ് അഡ്വർടൈസ്മെൻറ്റ് വരില്ലേ, ബസ് 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ പറഞ്ഞത് അതിൻ്റെ നൂഡിൽസ് പാക്കറ്റ് ബന്ദ് നൂഡിൽസ്, ആ പാക്കറ്റിൽ വരുന്ന നൂഡിൽസ് കം സെ കം ബച്ചെ ബൂഢെ സഭി പരിചിത് ഹോ ചുക്കെ ഹെ. ചെറിയവരും വലിയവരും കുട്ടികൾ തൊട്ട് വളരെ വയസ്സായ ആൾക്കാർ വരെ എല്ലാവർക്കും അത് പരിചിതമാണ്. മാഗി ആർക്കറിയാത്ത എല്ലാവർക്കും അറിയുന്നതാണത്. इसी तरह नमकीन ने कई स्थानीय प्रकार अभी तक भले मौजूद हो, लेकिन आलू चिप्स के कई विज्ञापित रूप तेजी से घर घर में अपनी जगह बनाते जा रहे हैं. ഇതുപോലെ തന്നെ इसी तरह നംകീൻ के कई സ്ഥാനീയ പ്രകാർ, നംകീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സർ എന്നാണ് പറയുന്നത്. നംകീൻ അത് സ്ഥാനീയ പ്രകാർ, സ്ഥാനീയ പറഞ്ഞാൽ റീജിയണൽ ആയിട്ടുള്ള അതാത് സ്ഥലങ്ങളിലുള്ള പറഞ്ഞാൽ ഓരോരോ സ്റ്റേറ്റിലും ഓരോരോ സ്ഥലത്തിലുള്ള മിക്സർ ഓരോരോ ടൈപ്പാണ്, കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിൽ. അപ്പോൾ അങ്ങനത്തുള്ളത് അഭിത്ത് വലെ മൗജൂദ് ഹോ, ഇപ്പോഴും കിട്ടുന്നുണ്ട് എങ്കിലും ലേക്കിൻ ആലു ചിപ്സ് എന്താണ്, പൊട്ടാറ്റോ ചിപ്സ് കേട്ടോ, പൊട്ടാറ്റോ ചിപ്സ് കൈ വിജ്ഞാപിത് രൂപ്, അതിൻ്റെ പല തരത്തിലുള്ള രൂപങ്ങൾ, പല തരത്തിലുള്ള ചിപ്സ് ഐറ്റംസ് തേജീസെ വളരെ വേഗത്തിൽ ഘർ ഘർ മേ അപ്നി ജഗ ബനാത്തെ ജാ രഹേ ഹൈ. നമ്മൾ വീടുകളിലും അല്ലെങ്കിൽ അവിടെ പരിസരത്തും എല്ലാവരെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ പുതിയതല്ല, എല്ലാവരുടെയും എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഗുജറാത്തി ഡോക്ല ഗാഠിയ ബി അബ് ദേശ് കെ കൈ ഹിസ്സോമേ സ്വാദ് ലേക്കർ ഖായി. ഗുജറാത്തി ഐറ്റംസ് ആണിത്. ഡോക്ല എന്ന് പറയുന്നത്, ഡോക്ല ഗാഠിയ എന്നൊക്കെ പറഞ്ഞാൽ അത് ബേസിൻ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതൊക്കെ. അതും എന്താണ്, ദേശ് കെ കൈ ഹിസ്സോമേ, നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്വാദ് ലേക്കർ ഖായി ജാത്തെ ഹെ, ആ സ്വാദോടുകൂടി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ട് എന്നാണ്. और बंगाली मिठाइयों की केवल रस भरी चर्चा ही नहीं होती, वे कई शहरों में पहले की तुलना में अधिक उपलब्ध है. ബംഗാളി മിഠായിയ, ബംഗാളി സ്വീറ്റ്സും വളരെ ഫേമസ് ആണ്. അപ്പോൾ മിഠായിയ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിഠായി എല്ലാ സ്വീറ്റ്സുമാണ്, അല്ലാണ്ട് ചോക്ലേറ്റ് അല്ല കേട്ടോ. മിഠായി എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ സ്വീറ്റ്സ്, എല്ലാ സ്വീറ്റ് ഐറ്റംസും വരും അതിൽ. അത് റസ്ബറി ചർച്ച, റസ്ബറി എന്ന് പറഞ്ഞാൽ രസഗുല്ലയൊക്കെ കേട്ടിട്ടില്ലേ, ഗുലാബ് ജാമുൻ രസഗുല്ല പോലത്തുള്ള സ്വീറ്റ്സ്, അതിലിങ്ങനെ വെള്ളം പോലെ ഉണ്ടാവില്ലേ, അതിൻ്റെ രസ് ഉണ്ടാവില്ലേ, അതാണ് പറയണത്. അതുപോലത്തെ അങ്ങനെ രസിൽ ഉള്ള അങ്ങനത്തുള്ള സ്വീറ്റ്സും പെഹലേക്ക് തുലനാമേ പണ്ടത്തെ അപേക്ഷിച്ച് അധിക ഉപലബ്ധ എല്ലാവിടെയും ഇപ്പോൾ കിട്ടുന്നുണ്ട്, ലഭ്യമാണ്. यानी स्थानीय व्यंजनों के साथ ही अब अन्य प्रदेशों के व्यंजन पकवान भी प्रायः हर क्षेत्र में मिलते हैं. അതിൻ്റെ അർത്ഥം സ്ഥാനീയ വ്യഞ്ജനമൊക്കെ അവിടെ അതാത് സ്ഥലങ്ങളിലുള്ള റീജിയണൽ ആയിട്ടുള്ള അതാത് സ്ഥലങ്ങളിലുള്ള ഐറ്റംസ് അല്ലാതെ ബാക്കി സ്ഥലങ്ങളിലുള്ള വേറെ സ്ഥലങ്ങളിലുള്ള അന്യപ്രദേശമൊക്കെ സ്ഥലങ്ങളിലുള്ള ഐറ്റംസും പക്വാൻ എന്ന് പറഞ്ഞാൽ പലഹാരം എന്നൊക്കെ പറയില്ലത് എല്ലാവിടെയും ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഓർ മധ്യം വർഗീയ ജീവൻ മേ ഭോജൻ വിവിധത അപ്പനി ജഗ ബനാ ചുക്കി ഹെ. മധ്യം വർഗീയ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളിൽ അവരവരുടെ ആ ഒരു തരത്തിലുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആഹാര രീതി ബനാ ചുക്കി ഹെ, അത് ഉണ്ട് ഓൾറെഡി, അത് അങ്ങനെ തന്നെയാണ്. कुछ चीज़ें और भी हुई है. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ मसलन अंग्रेज़ी राज तक जो ब्रेड केवल साहबी ठिकानों तक सीमित थी, वह कस्बों तक पहुँच चुकी है. ഇപ്പം എന്താണ്, കുച്ച് ചീസ് ഓർ ബി ഹുയി ഹെ, കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. മസ്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണത്തിന് എന്ന് പറയില്ലേ, ഫോർ എക്സാമ്പിൾ എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ അംഗ്രേസി രാജ് തക് ജോ ബ്രെഡ് കേവൽ സാഹിബി ടിക്കാനോ തക് സീമിത് थी. അംഗ്രേസി ഇംഗ്ലീഷുകാരുടെ സമയത്ത്, ബ്രിട്ടീഷേഴ്സിൻ്റെ സമയത്ത് ബ്രെഡ് അവർ മാത്രം വലിയ ആൾക്കാർ കഴിക്കുന്ന അത് മാത്രമായിരുന്നു. സാഹബി വലിയ സാഹബ്മാർ അവർ കഴിക്കുന്ന മാത്രമായിരുന്നു, അത്രയും ലിമിറ്റഡ് ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ ചെറിയ സ്ഥലങ്ങളിലും കൂടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയണത്. കസ്ബ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങൾ, വളരെ ചെറിയത്. ബ്രെഡ് എവിടെ കിട്ടാത്തല്ലേ, ബ്രെഡ് ആർക്കാ അറിയാത്തത്, അതാ പറഞ്ഞത്. എല്ലാ ഈവൻ വില്ലേജിലും ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ്, യൂസ് ചെയ്യണതാണ്. और नाश्ते के रूप में लाखों करोड़ों भारतीय घरों में सेकी तली जा रही है. നാസ്തേ കെ രൂപ് മേ, നാസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറയാം, അതല്ലാണ്ട് ഇടയിൽ എപ്പോഴെങ്കിലും വൈകുന്നേരം കഴിക്കണമെന്നും പറയാം. മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ലാഖോ കറോടും ഭാരതീയ, ലക്ഷങ്ങൾ കോടികളായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യയിലത്തെ ആൾക്കാർ വീടുകളിൽ സേക്കി തലി ജാ രഹി ഹെ. സേക്ന പറഞ്ഞാൽ ബേക്കിംഗ്, തല്ല എന്ന് പറഞ്ഞാൽ ഫ്രൈയിങ് കേട്ടോ.
അങ്ങനെ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഖാൻ പാൻ की इस बदली हुई संस्कृति से सबसे अधिक प्रभावित नई पीढ़ी हुई है. ഇതുപോലുള്ള ഈ ഭക്ഷണ രീതിയിൽ ഉള്ള ഈ വലിയ മാറ്റം സബ്സെ അധിക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് നയി പീഡി ഹെ പറഞ്ഞാൽ പുതിയ ജനറേഷൻ, ഇപ്പോൾ വരുന്ന ജനറേഷനാണ് കൂടുതൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ജോ പെഹ്ലേക്ക് സ്ഥാനീയ വ്യഞ്ജനോं के बारे में बहुत कम जानती है. അവർ ഈ പണ്ടത്തെ സ്ഥാനീയ വ്യഞ്ജൻ, പണ്ടത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള അതാത് സ്ഥലത്തെ ഐറ്റംസ് എല്ലാം റെസിപ്പീസ് എല്ലാം അവർക്ക് വളരെ കുറവേ അതിനെ പറ്റിയിട്ട് അവർക്ക് അറിയുള്ളൂ. ഇതുപോലുള്ള മോഡേൺ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് അവർ കഴിക്കുന്നത്. അതുകൊണ്ട് പർക്കായി നയ വ്യഞ്ജനോं के बारे में बहुत कुछ जानती है. എന്നാൽ പുതിയ ഇങ്ങനത്തുള്ള ഐറ്റംസ് എല്ലാം ഫാസ്റ്റ് ഫുഡെല്ലാം അവർക്ക് നല്ലപോലെ അറിയാം അവരതിനെ പറ്റിയിട്ട് അവർക്ക്. സ്ഥാനീയ വ്യഞ്ജൻ भी तो अब घटकर कुछ ही चीज़ों तक सीमित रह गए हैं. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള അതാത് സ്ഥലത്തെ സാധനങ്ങൾ എന്താണ്, അതും ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് ഘട്കർ പറഞ്ഞാൽ കുറഞ്ഞ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുണ്ട്. बम्बई की पाव भाजी और दिल्ली के छोले कुलचों की दुनिया पहले की तुलना में बड़ी ज़रूर है. അപ്പോൾ മുംബൈയിലത്തെ പാവ് ഭാജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്നും അതിൻ്റെ കൂടെ കറി ഉണ്ടാവും, അങ്ങനെ ഒരു സാധനമാണ് അതും. പിന്നെ ഡൽഹിയിലത്തെ ചോലെ കുൽച്ചെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോലെ പറഞ്ഞാൽ നമ്മളെ വെള്ളക്കടലയില്ലേ അതും പിന്നെ ഒരു പൂരി പോലെയൊക്കെ തന്നെ ഉണ്ടാവുക. അത് ചോളെ ഭട്ടൂരി എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ തന്നെ ഏകദേശം ഉണ്ടാവുക. അതുപോലെ ഉള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പോഴും എല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ എല്ലാ ഐറ്റംസ് ഒന്നും ആദ്യത്തെ ആൾക്കാർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. തുലനാമേ ബഡി ജറൂർ ഹെ, ഇതൊക്കെ കൂടുതൽ എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും. പർ അന്യ സ്ഥാനീയ വ്യഞ്ജനോं की दुनिया में छोटी हुई है. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും അധികം ആർക്കും ഇപ്പോൾ അറിയുന്നില്ല. जानकार ये भी बताते हैं कि मथुरा के पेड़े और आगरा के पेठे नमकीन में अब वह बात कहाँ रही. അപ്പോൾ അറിയുന്ന ആൾക്കാർ, ജാൻകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടത്തെ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പറയണത് എന്താണെന്ന് വെച്ചാൽ മധുരയ്ക്ക് പേട പറഞ്ഞാൽ അറിയാലോ, പാലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് പേട. മധുരയുടെ പേട, മധുര എന്നിവിടെ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരയല്ല കേട്ടോ, അത് ഇത് മധുര. ഇത് വൃന്ദാവൻ, നോർത്തിലുള്ള മധുര വൃന്ദാവനാണ്. കൃഷ്ണൻ്റെ കളിച്ചു വളർന്ന സ്ഥലമൊക്കെ ഇല്ലേ, ദ്വാരക മധുര, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മധുര അമ്പലത്തിൻ്റെ വലിയ അമ്പലമൊക്കെ ഉണ്ട്, അതാണ്. അപ്പോൾ ആ അവിടെ പേടയാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രസാദവും അവിടുത്തെ ഐറ്റംസും. അവിടെ എല്ലാവരുടെയും പേട ഉണ്ടാക്കുന്ന കടകളുണ്ടാവും. അപ്പോൾ ആ മധുര കാ പേട, അവിടുത്തെ പേടകളും. ആഗ്ര എവിടെ, ഉത്തർപ്രദേശിൽ. അപ്പോൾ ആഗ്രയ്ക്ക് അത് പേഠ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം എന്താണ് കുമ്പളങ്ങ ഹലുവ എന്നൊക്കെ പറയില്ലേ, അതുപോലെ വെള്ള കളറിലൊക്കെ ഉള്ള അതാണ് പേഠ. പിന്നെ നംകീൻ മിക്ചർ, ആഗ്രയിലത്തെ മിക്ചർ. ഞാൻ പറഞ്ഞില്ല ഓരോ തരത്തിൽ ഉള്ള മിക്ചറായിരിക്കും ഓരോരവിടെ. അപ്പോൾ ആഗ്രയുടെ പേഠ, നംകീൻ, ഇതെല്ലാം ആഗ്രയിലെ പേട, ഇതെല്ലാം വഹ ബാത് കഹാ രഹി. ഇപ്പം അതൊക്കെ അതുപോലെ അല്ല എന്നാണ് പറയണത്. പണ്ടത്തെ പോലെ ആണോ ഇപ്പോൾ എന്നൊക്കെയാണ് പറയണത്. അപ്പം ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ വരില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. യാനി ജോ ചീസേ ബച്ചി ഭി ഹുയി ഹെ ഉൻകി ഗുണവത്താമേ ഫറക് പടാ ഹെ. ചില കാര്യങ്ങൾ പണ്ടത്തെ ഐറ്റംസ് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അതിൻ്റെ ഗുണവത്ത, അതിൻ്റെ ക്വാളിറ്റി അപ്പോഴത്തെ പോലെ ഇല്ല എന്നാണ് പറയണത്. അതൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞു. फिर मौसम और ऋतुओं के अनुसार फलों खाद्यान्नों से जो व्यंजन और पकवान बना करते थे उन्हें बनाने की फुर्सत भी अब कितने लोगों को रह गई है. പിന്നെന്താണ്, മോസം ഓർ ഋതുവും കെ അനുസാർ, ക്ലൈമറ്റ് അനുസരിച്ചിട്ട് ഓരോ ക്ലൈമറ്റ് ഓരോ മാറണതനുസരിച്ച് വിൻ്റർ, റെയിനി, സമ്മർ, അങ്ങനെ സീസൺ അനുസരിച്ചിട്ടുള്ള സീസണൽ ഫുഡാണ് പറയണത്. ഫലോ ഖാദ്യാന്നോ സേ ജോ, അപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സും, ഖാദ്യാന്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഗ്രെയിൻസും എന്തൊക്കെ ഐറ്റംസ് അവൈലബിൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഐറ്റംസും പലഹാരങ്ങളും പണ്ടുണ്ടാക്കുന്ന പോലെ ബനാനേക്ക് ഫുർസത്ത് ബി അഭി കിത്നെ ലോഗോं को रह गई. ഇപ്പോൾ ആർക്കാണ് അതിനൊക്കെയുള്ള സമയം? ഫുർസത്ത് എന്ന് പറഞ്ഞ സമയം. अब गृहिणियों या कामकाजी महिलाओं के लिए खरबूजे के बीज सुखाना, छीलना और फिर उनसे व्यंजन तैयार करना सचमुच दुस्साध्य है. ഗൃഹിണിയോ കെ ലിയെ പറഞ്ഞാൽ ഹൗസ് വൈഫ്, ഹോം മേക്കർ, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക്, യാ കാംകാജി മഹിളാവോ കെ ലിയെ, അല്ലെങ്കിൽ വെളിയിൽ പോണതാണെങ്കിലും ജോലി ചെയ്യുന്നതാണെങ്കിലും അവർക്കൊക്കെ ഖർബൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്ക് മെലൺ കേട്ടോ. ഈ വാട്ടർ മെലൺ അറിയാലോ നിങ്ങൾക്ക്, അതുപോലെ ഇനിയൊരു സാധനമുണ്ട് മഞ്ഞ കളറിൽ മസ്ക് മെലൺ.
അതിൻ്റെ സീഡ്സ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി പിന്നെ അതിനെ ഉണക്കി പിന്നെ അതിന്ന് അതിൻ്റെ ഉള്ളിൽ എടുക്കും. അതിനെ പീൽ ചെയ്തിട്ട്, ചീലിന എന്ന് പറഞ്ഞാൽ പീലിംഗ് കേട്ടോ, പീലിംഗ് അതിനെ തൊലിച്ചിട്ട് അതിൻ്റെ സീഡിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരു എടുക്കും. നമ്മൾ മത്തൻ്റെ കുരുവൊക്കെ ഇല്ലേ, നമ്മൾ തൊലിച്ചിട്ട് എടുക്കില്ലേ, അത് തന്നെയാണ് സംഭവം ശരിക്കും. അപ്പം അതുപോലെ ഇനിയും കൂടി ചെറുതായിരിക്കും കർബൂജ എന്ന് പറയുന്നതിൻ്റെ സീഡ്സ്. അപ്പോൾ അതൊക്കെ പണ്ട് വീട്ടിൽ സ്ത്രീകൾ ചെയ്തിട്ടുണ്ടായിരുന്ന ജോലിയാണെന്നാണ് പറഞ്ഞാൽ അങ്ങനെ കുറച്ചൊന്നുമല്ല, അതൊക്കെ വളരെ വലിയ ഹ്യൂജ് ബൾക്കായിട്ട് ചെയ്യും. അവർ ചെയ്ത് പിന്നെ അതിൽ നിന്ന് നിറയുന്ന വലിയ സ്വീറ്റ്സ് ഉണ്ടാക്കും, പലതരത്തിലുള്ള സ്വീറ്റ്സും അങ്ങനത്തുള്ള പലതരത്തിലുള്ള റെസിപ്പീസൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാറുണ്ട് അവർ. और फिर उनसे व्यंजन तैयार करना, അതിന്ന് ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. സച്മുച്ച് ദുസ്സാധ്യ, ഇപ്പം അതൊക്കെ ദുസ്സാധ്യം, ഇപ്പം അതൊന്നും സാധിക്കണ കാര്യമേ അല്ല. यानी हम पाते हैं कि एक और तो स्थानीय व्यंजनों में कमी आई है. നമുക്കപ്പോൾ എന്താ കാണാൻ കഴിയുന്നത്, ഒരവിടെ സ്ഥാനീയ വ്യഞ്ജനോക്കി അതാത് സ്ഥലത്തെ ഐറ്റംസിൻ്റെ കുറവാണ്. ദൂസരി ഓർ വേ ഹി ദേശി വിദേശി വ്യഞ്ജൻ അപ്നായി ജ രഹേ ഹെ. പക്ഷെ അതിൻ്റെ സ്ഥാനത്ത് എന്താണ്, അത് ദേശി വിദേശി വേറെ ഫോറിൻ ഐറ്റംസ്, വേറെ ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് ആ സ്ഥലമൊക്കെ ഫില്ലാവുകയാണെന്നാണ് പറയണത്. ജിനെ ബനാനെ പക്കാനെ മേ സുവിധ ഹോ, പറഞ്ഞാൽ ആർക്ക് അതൊക്കെ ഉണ്ടാക്കാനുള്ള പിന്നെ സൗകര്യം അതുണ്ട്. ജटिल प्रक्रियाओं वाली चीज़ें तो कभी कभार व्यंजन पुस्तिकाओं के आधार पर तैयार की जाती है. ജട്ടിൽ പ്രക്രിയാവും, ജട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള, പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്താ പറയുക, സങ്കീർണമായിട്ടുള്ള അങ്ങനത്തുള്ള പിന്നെ ഉണ്ടാക്കാനുള്ള അങ്ങനെ ഉണ്ടാക്കേണ്ട ഐറ്റംസ് കബി കബാർ ചില സമയത്ത് പുസ്തികാവും കെ ആധാർ പർ തയ്യാർ കി ജാത്തി ഹെ. അത് ഓൾറെഡി അതൊക്കെ നോട്ടഡ് ആയിരിക്കും, ഇങ്ങനെ അതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടാവും, അതിനനുസരിച്ച് അതെല്ലാം തയ്യാർ ചെയ്യും. अब शहरी जीवन में जो भागम भाग है उसे देखते हुए यह स्थिति स्वाभाविक लगती है. ഇപ്പോൾ സിറ്റി ലൈഫിൽ ജോ ഭാഗം ഭാഗ് പറഞ്ഞാൽ ഭയങ്കര ധൃതി പിടിച്ചുള്ള ഓട്ടം, അങ്ങനെയുള്ള ലൈഫിൽ ഉസെ ദേഖ്തെ ഹുവേ യഹ് സ്ഥിതി സ്വാഭാവിക് ലഗ്തി ഹൈ. അത് കാണുന്ന സമയത്ത് എന്താ തോന്നുക, ശരി തന്നെയാണ്, പിന്നെ ഇങ്ങനെ എല്ലാം ഒന്നും ചെയ്യാനുള്ള സമയം വീട്ടിൽ കിട്ടില്ല, അത് സ്വാഭാവികമായിട്ട് തോന്നും. അതുകൊണ്ട് फिर कमर तोड़ महंगाई ने भी लोगों को कई चीज़ों से धीरे धीरे वंचित किया है. കമർ തോട് മെഹങ്കായി, കമർ തോട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുപ്പ് മുറിയുന്ന, പുറം പൊട്ടുന്ന എന്നൊക്കെ പറയില്ല, അതുപോലെ അതിൻ്റെ അർത്ഥം എന്താണ്, ഭയങ്കരമായിട്ടുള്ള മെഹങ്കായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വില കൂടുതൽ കൊണ്ട്, ഒരുപാട് വളരെയധികം വില കൂടുതൽ കൊണ്ട് ലോകോଙ୍କୁ കൈ ചീസും ആൾക്കാർക്ക് പല സാധനങ്ങളും വാങ്ങിക്കാനൊന്നും പറ്റാണ്ടാവും. ധീരെ ധീരെ വഞ്ചിത് കിയാ ഹെ, പറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് അവർക്ക് വാങ്ങാൻ പറ്റാതായി. ജിൻ വ്യഞ്ജനോं में बिना मेवों के स्वाद नहीं आता उन्हें बनाने पकाने के बारे में भला कौन चार नहीं सोचेगा. ഏതൊക്കെ ഐറ്റംസിൽ ബിന മേവോക്കെ, മേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് വറ്റിച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്. ഖോവ എന്നും പറയും അതിന്, മേവ ഖോവ എല്ലാം ഒരേ സാധനങ്ങൾ തന്നെയാണ്. പറഞ്ഞാൽ അത് 1 ലിറ്റർ പാലൊക്കെ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 200 ഗ്രാംസോ അല്ലെങ്കിൽ അതിലും കുറവ് മേവയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് പണിയുമാണ് വിലയുമാണ് അതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത്, എന്നിട്ട് അതിലധികം ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല സ്വീറ്റ്സ്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കണതൊക്കെ ആരപ്പോൾ ഇതൊക്കെ വീട്ടിൽ ചെയ്യുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഉനി ബനാനെ പക്കാനേക്ക് ബാരിമ, അതിനെ ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ ഉള്ള ഫലക്കോൻ 4 ബാർ നഹി സോച്ചുക. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ ആലോചിക്കുക, അതിനെക്കാട്ടും നല്ലത് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ കഴിഞ്ഞില്ലേ പണി. खान पान की जो एक मिश्रित संस्कृति बनी है इसके अपने सकारात्मक पक्ष भी है. ഈ ഭക്ഷണക്രമത്തിൻ്റെ ഭക്ഷണ രീതിയുടെ ഒരു മിശ്രിതം, ഒരു മിക്സ് ആയിട്ടുള്ള സംസ്കാരം ഉണ്ടായത് ഇസ്കി അപ്നെ സകാരാത്മക് പക്ഷ് ബി ഹെ. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇതും ഉണ്ട്, സകാരാത്മക് പക്ഷ പറഞ്ഞാൽ ഒരു നല്ല കാര്യം ആണത്, ഒരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഗൃഹിണിയോ और कामकाजी महिलाओं को जल्दी तैयार हो जाने वाले विविध व्यंजनों की विधियाँ उपलब्ध है. അപ്പോൾ ഈ ഹൗസ് വൈഫ് ആയാലും ജോലിക്ക് പോണ സ്ത്രീകളായാലും അവർക്ക് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ഐറ്റംസിൻ്റെയും ഇതുപോലെ മെത്തേഡ്, ഉണ്ടാക്കേണ്ട വിധികൾ എല്ലാം അവർക്ക് ലഭ്യമാണെന്ന്. അതുകൊണ്ട് അവർക്ക് വേഗം അവരുടെ പണിയാക്കാൻ പറ്റും. അതാണ് പറയുന്നത്. നയി പീഡിക്കോ ദേശ് വിദേശ് കെ വ്യഞ്ജനോക്കോ ജാനേക്കാ സുയോഗ് മില ഹെ. അപ്പോൾ പുതിയ ജനറേഷൻ എന്താണ്, നമ്മൾ പല സ്ഥലങ്ങളിലുള്ള നോർത്തോ ഈസ്റ്റോ വെസ്റ്റോ എവിടെയാണെന്നുണ്ടെങ്കിലും ഉള്ള
പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള വ്യഞ്ജനങ്ങൾ, വിവിധ തരത്തിലുള്ള ഐറ്റംസ് അവർക്ക് അറിയാനുള്ള ചാൻസ് ഉണ്ട്. അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. കഴിക്കാൻ മാത്രമല്ല അതൊരു നോളജ് കൂടിയാണ് അല്ലേ, അതാ പറയുന്നത്. ഭले ही किन्हीं कारणों से और किन्हीं खास रूपों में, क्योंकि यह भी एक सच्चाई है कि ये विविध व्यंजन इन्हें निखालिस रूप में उपलब्ध नहीं है. ഭലെ ഹി കിന്നി കാരണോസെ ഓർ കിന്നി ഖാസ് രൂപോസെ, അത് എന്ത് കാരണമായാലും ശരി, അതിനിപ്പോൾ അമ്മമാർ ജോലിക്ക് പോകണതായാലും അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണതായാലും ഇല്ലെങ്കിൽ എന്ത് കാരണമാണെങ്കിലും ശരി, പക്ഷെ നമുക്ക് പലതരത്തിലുള്ള ഐറ്റംസ് ഇതുപോലെ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ നമുക്ക് കഴിക്കാനും അറിയാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. ക്യോങ്കി യഹ് ബി എക് സച്ചായി ഹെ, ഇതും ഒരു സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ये विविध व्यंजन इन्हें निखालिस रूप में उपलब्ध नहीं है. പക്ഷെ എന്താണ് ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ നിഖാലിസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള പ്യുവർ, ഈ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പക്ഷേ ശുദ്ധമായിട്ടുള്ള ഐറ്റംസ് ലഭ്യമല്ല ഇപ്പോൾ, അതാണ് പറയണത്. आज़ादी के बाद उद्योग धंधों, नौकरियों, तबादलों का जो एक नया विस्तार हुआ है, उसके कारण भी खान पान की चीज़ें किसी एक प्रदेश से दूसरे प्रदेश में पहुंची है. ആസാദിക്ക് ബാദ്, നമ്മുടെ ഫ്രീഡം കിട്ടിയതിന് ശേഷം, ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം, ഉദ്യോഗ് ധന്ധോ, ഉദ്യോഗങ്ങൾ, ധന്ത പറഞ്ഞാൽ ബിസിനസ്, പലതരത്തിലുള്ള ബിസിനസ്, ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകൾ, നൗക്കരി ജോലി, തബാദലോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ്, ജോലികൾ പല സ്ഥലത്തും അങ്ങും ട്രാൻസ്ഫറൊക്കെ ആയി പോയില്ലേ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, കജോ എക് നയാ വിസ്താറുവാ ഹെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ സംഭവിക്കുന്നത്, उसके कारण भी खान पान की चीज़ें किसी एक प्रदेश से दूसरी प्रदेश में पहुंची है. അതും ഒരു കാരണമാണ്. ഇതുപോലത്തുള്ള ആഹാര രീതികൾ ഒരു സ്ഥലത്തു നിന്നും ഇനി ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള കാരണവും ഇതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നോർത്തിലുള്ളവർ സൗത്തിലേക്ക് പോയി, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് പോയി ട്രാൻസ്ഫർ ആയിട്ട് സൗത്തിലുള്ളവർ നോർത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളുടെ രീതിയിലുള്ള ആഹാരം അല്ലാതെ അവിടുത്തെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തുള്ളതെല്ലാം ഉണ്ടാക്കാൻ പഠിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ നൈബേഴ്സ് വേറെ ആൾക്കാരായിരിക്കും, വേറെ എവിടത്തെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സംസ്കാരം പഠിക്കുന്നു. മാത്രമല്ല നമുക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടുന്നു. നമ്മളുടേതല്ലാതെ മറ്റുള്ളവരെയും പഠിക്കാനും കഴിക്കാനും ഉള്ള ഒരു ചാൻസ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫേഴ്സും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വേറെ സ്ഥലങ്ങളിലെല്ലാം താമസിക്കുന്നതും പോണതും എല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസ് കിട്ടും നമുക്ക്. बड़े शहरों के मध्यम वर्गीय स्कूलों में जब दोपहर के टिफ़िन के वक्त बच्चों के टिफ़िन डिब्बे खुलते हैं तो उनसे विभिन्न प्रदेशों के व्यंजन की एक खुशबू उठती है. അപ്പോൾ പറയണത് വലിയ വലിയ സിറ്റികളിൽ മിഡിൽ ക്ലാസ്സിലുള്ള പഠിക്കുന്ന കുട്ടികൾ ഉള്ള സ്കൂളുകളിൽ ഉച്ച സമയത്ത് ലഞ്ച് ബോക്സ് തുറക്കണ സമയത്ത് പല തരത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ള പല റെസിപ്പികളുടെയും സ്മെല്ല് വരും എന്നാണ് പറയുന്നത്. കാരണം അവിടെ എല്ലാ വലിയ വലിയ സിറ്റികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ അങ്ങനത്തുള്ള സിറ്റികളിലൊക്കെ സൗത്തിലും നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും എല്ലായിടത്തെ കുട്ടികളും പഠിക്കുന്നുണ്ടാവും സ്കൂളിൽ. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പോൾ പലതരത്തിലുള്ള സ്മെല്ലും വരും അല്ലേ, അതാണ് പറയണത്. ഹം ഖാൻ പാൻ സേ ബി ഏക് ദൂസരെ കോ ജാനത്തെ ഹെ. അതിൻ്റെ അർത്ഥം നമ്മൾ ഭക്ഷണ രീതികളിൽ ഒരാൾ മറ്റുള്ളവരെ അറിയാനുള്ള ചാൻസസ് ഉണ്ടാവുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ വേറെ സ്ഥലങ്ങളിലെ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി എന്നും പൂരി കൊണ്ടുവരുന്ന കുട്ടിയില്ലേ, അല്ലെങ്കിൽ എന്നും ഇഡ്ഡലി കൊണ്ടുവരുന്ന കുട്ടി, അല്ലെങ്കിൽ എന്നും റൈസ് കൊണ്ടുവരുന്ന, അങ്ങനെ ഓരോരോ ഐറ്റം വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ പേര് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയില്ലേ നമ്മൾ, അതിനാണ് ഖാൻ പാൻ സേ ബി ഏക് ദൂസരെ കോ ജാനത്തെ ഹെ എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെ. इस दृष्टि से देखें तो खान पान की नई संस्कृति में हमें राष्ट्रीय एकता के लिए नए बीज भी मिल सकते हैं. അങ്ങനെ നോക്കിയാൽ ആ ഒരു വ്യൂവിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭക്ഷണക്രമത്തിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ സംസ്കാരത്തിൽ ഒരു ഏകത, ഒരു യൂണിറ്റി കാണാൻ കഴിയും, അത് കിട്ടാൻ കഴിയുമെന്നാണ് പറയുന്നത്. രാഷ്ട്രീയത के लिए नए बीज भी मिल सकते हैं. ആ യൂണിറ്റിയുടെ ഒരു ചാൻസ് ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലെയും വിഭിന്ന പ്രദേശങ്ങളിലെ ആഹാര രീതി എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ അവിടെയും അവിടുത്തെ ഇവിടെയും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു യൂണിറ്റി ആയിട്ടാണ് ഇവിടെ കാണുന്നത്, അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇവിടെ ലേഖകൻ, നമ്മുടെ റൈറ്റർ. അത് ശരിയല്ലേ? അത് ബീജ് ഭലി ബാന്തി തബി അങ്കുരിത് ഹോंगे जब हम खान पान से जुड़ी हुई दूसरी चीज़
चीज़ों की ओर भी ध्यान देंगे. ബീജ് എന്ന് പറഞ്ഞാൽ സീഡ്. അപ്പോൾ സീഡ് ഭലിവാന്തി നല്ലതുപോലെ തബി അങ്കുരിത് ഹോंगे അപ്പോഴാ മുളയ്ക്കുക. എപ്പോൾ ജബ് ഹം ഖാൻ പാൻ സെ ജുടി ഹുയി ദൂസരി ചീസോं की ओर भी ध्यान देंगे. നമ്മൾ ഈ ആഹാര രീതിയുടെ മറ്റു വശങ്ങളെയും നന്നായിട്ട് അതും കൂടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ല ബാക്കിയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതും കൂടി ശ്രദ്ധിച്ച് നമുക്ക് ഏകത ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. മസ്ലൻ ഹം ഉസ് ബോലി ഭാനി भाषा भूषा आदि को भी किसी न किसी रूप में ज़्यादा जो किसी खान पान विशेष से जुड़ी हुई है. मसलन फॉर एग्जाम्पल ഉദാഹരണത്തിന് ഹം ഉസ് ഭോലി ബാനി മറ്റുള്ളവരുടെ ആഹാരം മാത്രമല്ല ആഹാര രീതി മാത്രമല്ല ഭാഷ വേഷഭൂഷ അവരിടുന്ന വസ്ത്രങ്ങൾ അവർ പറയുന്ന ഭാഷ പിന്നെ അവരുടെ മറ്റുള്ള ട്രഡീഷൻസ് അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഫെസ്റ്റിവൽസ് അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇതിൽ. അതും കൂടി നമ്മൾ അറിയാൻ ശ്രമിച്ചാൽ പറഞ്ഞ എല്ലാവരും അങ്ങും ഇങ്ങും എല്ലാവരും അറിയാൻ ശ്രമിച്ചാൽ കിസി ഖാൻ പാൻ വിശേഷ ജുടി ഹുയി അപ്പോൾ അത് അതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ പിന്നെന്താണ് നമുക്കൊരു യൂണിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിലൊരു യൂണിറ്റി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. इसी के साथ ध्यान देने की बात यह है कि स्थानीय व्यंजनों का पुनरुद्धार भी है पुनरुद्धार भी ज़रूरी है जिन्हें अब एथनिक कहकर पुकारने का चलन बढ़ा है. इसी के साथ ध्यान देने की बात यह है ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇനിയൊരു കാര്യം ഇതാണ്. എന്തെന്ന് വെച്ചാൽ സ്ഥാനീയ വ്യഞ്ജനവും കാ പുനരുദ്ധാരം സ്ഥാനീയ വ്യഞ്ജൻ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പുനരുദ്ധാരണമായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മോഡിഫിക്കേഷൻ അതിനെ ഇനിയും കൂടി മോഡിഫൈ ചെയ്തിട്ട് ജറൂരി ഹെ അതും കൂടി നമുക്ക് ആവശ്യമാണ്. ജിനെ അബ് എത്നിക് കഹക്കർ പുകാർനെ കാ ചലൻ ബഡ ഹെ അതിന് നമ്മൾ എത്നിക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. കാരണം ആ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി അതാണ് പറയുന്നത്. അതിന് നമ്മൾ എത്നിക് എന്ന് പറയാൻ തുടങ്ങി. ऐसे स्थानीय व्यंजन केवल 5 सितारा होटलों के प्रचारार्थ नहीं छोड़ दिए जाने चाहिए. അപ്പോൾ ഇതുപോലത്തുള്ള സ്ഥാനീയ വ്യഞ്ജനങ്ങൾ ട്രഡീഷണൽ പിന്നെ ഐറ്റംസ് നമ്മൾ വെറും 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന മാത്രമായിട്ട് വിടാൻ പാടില്ല. 5 സിത്താര ഹോട്ടലോ മേ വേ കഭി കബാർ മിൽത്തെ ഹേ അത് അങ്ങനെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ 5 സിത്താര ഹോട്ടൽ പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടൽ കേട്ടോ അത് ചില സമയത്തൊക്കെ കിട്ടുള്ളൂ. പർ ഘറോ ബാജാറോ മേ ഗായബ് ഹോ ജായേ തോ യഹ് എക് ദുർഭാഗ്യ ഹി ഹോഗ. പക്ഷേങ്കിൽ ഘറോ ബാജാറോ മേ നമ്മൾ വീട്ടിലും വീട്ടിനടുത്തുള്ള ബജാറിലും മാർക്കറ്റുകളിലും ഒക്കെ അത് ഗായബ് ഹോ ജായേ തോ അത് കിട്ടാതെ ആയാൽ ഡിസപ്പിയർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ദുർഭാഗ്യം തന്നെയാണ്. അങ്ങനെ ആവാൻ പാടില്ല. अच्छी तरह बनाई पकाई गई पूड़ियाँ कचौड़ियाँ जलेबियाँ भी अब बाज़ारों से गायब हो रही है. നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പൂരികൾ തന്നെയാണ് പൂരിയ എന്ന് പറഞ്ഞാൽ കച്ചോടി എന്ന് പറഞ്ഞാൽ പൂരി പോലെ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ അതിനകത്ത് പിന്നെ പൊട്ടാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ജലേബി തന്നെയാണ്. അതെല്ലാം ബജാറോ സെ ഗായബ് ഹോ രഹി ഹെ നല്ല രീതിയിലുള്ളതാണ് പറയണത്. അതും ഇപ്പോൾ ബജാറിലൊന്നും കിട്ടാനില്ല കാണാറില്ല അധികം. मौसमी सब्जियों से भरे हुए समोसे भी अब कहाँ मिलते हैं. मौसमी സബ്ജിയോ പറഞ്ഞാൽ സീസണൽ വെജിറ്റബിൾസ് അങ്ങനത്തെ സീസണൽ വെജിറ്റബിൾസ് നിറച്ചിട്ട് ഉള്ള സമോസയും ഇപ്പം എവിടെയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. സമോസ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പൊട്ടാറ്റോ നിറച്ചതായിരിക്കും അതിൽ ഫില്ല് ചെയ്തതായിരിക്കും കാണാം. അങ്ങനല്ലാതെ സീസണൽ എന്തൊക്കെ വെജിറ്റബിൾസ് വരുമോ അതുകൊണ്ട് ഉണ്ടാക്കിയ സമോസയും ഇപ്പം കാണാനൊന്നും അധികം കിട്ടുന്നില്ല. ഉത്തർ ഭാരത് മേ ഉപലബ്ധ വ്യഞ്ജനോं की भी दुर्गति हो रही है. ഉത്തർ ഭാരതത്തിൽ കിട്ടുന്ന റെസിപ്പീസ് ഐറ്റംസ് അതിൻ്റെയും ഇപ്പോൾ ദുർഗതി ഹോ രഹി ഹെ അധികം കിട്ടാനില്ല എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും എല്ലാ കാലത്തും ഒന്നും 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പോയി പക്ഷേ വെറുതെ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തുള്ള സാധനങ്ങൾ അതുകൊണ്ട് നമുക്കതല്ലാതെയും അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയണത്. अचरज नहीं कि पहले उत्तर भारत में जो चीज़ें गली मोहल्लों की दुकानों में आम हुआ करती थी उन्हें अब ख़ास दुकानों में तलाश जाता है. അപ്പോൾ അച്ചരജ് നെഹി പറഞ്ഞാൽ അച്ചരജ് പറഞ്ഞാൽ ആശ്ചര്യമില്ല. എന്തുകൊണ്ട്
പഹലെ ഉത്തർ ഭാരത് में നോർത്ത് ഇന്ത്യയിൽ ആദ്യം കിട്ടുന്ന സാധനങ്ങൾ ജോ ചീസ് ഗലി മഹല്ലോ മേ പറഞ്ഞ സാധാരണ തെരുവിലും കോളനികളിലും ചെറിയ ചെറിയ കോളനികളും ഉള്ള കടകളിൽ കിട്ടുന്ന പറഞ്ഞ സാധാരണ ആയിട്ടുള്ള സാധനങ്ങൾ ഉനെ അബ് ഖാസ് ദുക്കാനോ മേ തലാശ ജാത്ത ഹെ. അങ്ങനത്തുള്ള സാധാരണ സാധനങ്ങൾ ഇപ്പോൾ ഖാസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ നമുക്ക് തലാഷ് എന്ന് പറഞ്ഞാൽ സെർച്ച് തിരയേണ്ടി വരുന്നു എന്ന് പറയുന്നത്. കാരണം സാധാരണയായിട്ടുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ വലിയ കടകളിൽ സ്പെഷ്യലായിട്ട് തരേണ്ടി വരുന്നു എന്ന് പറയുന്നത്. യഹ് ബി എക് കടവാ സച്ച് ഹൈ कि कई स्थानीय व्यंजनों को हमने तथाकथित आधुनिकता के चलते छोड़ दिया है. അപ്പോൾ ഇതും ഒരു സത്യമാണ്. കടവാ സച്ച് ഹെ എന്താണ്? കൈ സ്ഥാനീയ വ്യഞ്ജനോക്കോ കുറേ തരത്തിലുള്ള സ്ഥാനീയ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് തഥാകഥിത് സോ കോൾഡ് എന്ന് പറയില്ലേ, അതിനാണ് അറിയപ്പെടുന്ന എന്ന് പറയില്ലേ, അതിനാണ് തഥാകഥിത് എന്ന് പറയുന്നത്. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമ്മൾ ഈ ആധുനികതയ്ക്ക് ചലത്തെ ഈ മോഡേൺ ആയിട്ടുള്ള കാലത്ത് മോഡേൺ ആയിട്ടുള്ള കാലത്ത് നമ്മളെന്താ ചലത്തെ ചോദ്യ അതിനെയൊക്കെ നമ്മൾ പുറകെ വിട്ടുപോയി. എന്നിട്ട് എന്താ ചെയ്യണത്? ഓർ പശ്ചിം കി നക്കൽ മേ ബഹുത് സി ऐसी चीज़ें अपना ली है. പശ്ചിം കി നക്കൽ എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി അടിക്കുക. പശ്ചിം വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരെ നമ്മൾ കോപ്പി അടിക്കാൻ തുടങ്ങി. അവർ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ അതെല്ലാം നമ്മൾ കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ. अपना ली है. जो स्वाद स्वास्थ्य और सरसता के मामले में हमारे बहुत अनुकूल नहीं है. പക്ഷേ എന്താണ് അത് സ്വാദും ഹെൽത്ത് വൈസും ഒക്കെ നോക്കണ സമയത്ത് നമ്മളുടെ ലൈഫിന് ചേർന്നതല്ല. ഹമാരെ ബഹുത് അനുകൂൽ നഹി ഹെ ഒട്ടും നല്ല, കുറച്ച് അത്രയ്ക്ക് ചേർന്നതല്ല. കാരണം അവിടുത്തെ വെസ്റ്റേൺ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ജീവിത രീതിയും അവിടുത്തെ മണ്ണും അങ്ങനെ എല്ലാം കൊണ്ടും അവിടുത്തെ ഇവിടേക്ക് വളരെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആഹാരങ്ങളായിരിക്കും അവരവിടെ കഴിക്കുന്നത്. നമ്മളിവിടെ അതിടത്തൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അത്രയ്ക്ക് അനുകൂലമായിരിക്കില്ല എന്നാണ് പറയുന്നത്. हो यह भी रहा है कि पान की मिश्रित संस्कृति में हम कई बार चीज़ों का असली और अलग स्वाद नहीं ले पा रहे हैं. हो यह भी रहा है ഇതും സംഭവിക്കുന്നുണ്ട്. എന്താണ്? ഖാൻ പാൻ കി മിശ്രിത് സംസ്കൃതി ഈ ഭക്ഷണത്തിൻ്റെ ഒരു മിശ്രിതമായിട്ടുള്ള സംസ്കാരം. ഇവിടെയും പറയുന്നത് സംസ്കാരമാണ്. മിശ്രിത സംസ്കാരത്തിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? കൈ ബാർ നമുക്ക് പല പ്രാവശ്യവും സാധനങ്ങളുടെ അസ്ലി ഓർ അലഗ് സ്വാദ് നഹി ലേ പാത്തെ അതിൻ്റെ ശരിയായിട്ടുള്ള സ്വാദും എന്താണെന്ന്, അതിൻ്റെ ശരിയായിട്ടുള്ള സ്വാദോ ഗുണങ്ങളോ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ചെയ്യാണ് പതിവ്. ഇപ്പോൾ ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിലും അവിടെ നോർത്ത് ഉണ്ടാവും, സൗത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാവും. പാർട്ടി അല്ല ഹോട്ടലാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഈവൻ സൗത്ത് ഇന്ത്യൻ ഭക്ഷണം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഭക്ഷണം, എന്തെങ്കിലും സാധാരണ പൂരി ചോലെ അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി സാമ്പാർ, ഇപ്പം അതിൻ്റെ കൂടെ നമ്മൾ വല്ല ചൈനീസും വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് എന്താവും? അതൊക്കെ കൂടി കൂട്ടിക്കുഴച്ചിട്ട് നമുക്ക് അതിൻ്റെ ശരിയായിട്ടുള്ള സ്വാദ് കിട്ടാണ്ട് ആവുന്നു എന്നാണ് പറയുന്നത്. അക്സർ പ്രീതി ബോജോ और पार्टियों में एक साथ ढेरों चीज़ें रख जाती है और उनका स्वाद गड़बड़ होता रहता है. സാധാരണയായിട്ട് പ്രീതി ഭോജ് എന്ന് പറഞ്ഞാൽ ഡിന്നറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓർ പാർട്ടിയോമേ അതല്ലാണ്ട് വേറെ പാർട്ടികളിൽ ഏക് സാത്ത് ഒരുമിച്ച് ഢേറോ ചീസോ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും, കുറേ ഐറ്റംസ് ഉണ്ടാവും അല്ലേ. ഇപ്പം അതൊക്കെ ഭയങ്കര ട്രെൻഡല്ലേ, ഭയങ്കര ഫാഷനല്ലേ. ഓർ ഉൻകാ സ്വാദ് ഗഡ്ബഡ് ഹോ ജാത്ത അതാണ്. നമ്മൾ അതും എടുക്കും ഇതും എടുക്കും, ഒരു പ്ലേറ്റിൽ എല്ലാം എടുക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് അതിൻ്റെ സ്വാദ് നമ്മൾ ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എല്ലാം കൂടി മിക്സ് ആയി പോകും എന്നാണ് പറയുന്നത്. खान पान की मिश्रित या विविध संस्कृति हमें कुछ चीज़ें चुनने का अवसर देती है. അപ്പോൾ ഈ ഖാൻ പാൻ കി ഈ ഭക്ഷണക്രമത്തിൻ്റെ നമ്മുടെ മിശ്രിത് യ വിവിധ് സംസ്കൃതി മിശ്രിതാണെങ്കിൽ മിക്സ് ആയിട്ടുള്ള സംസ്കാരമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വിവിധ തരത്തിലുള്ള സംസ്കാരമാണെന്നുണ്ടെങ്കിലും ഹമേ കുച്ച് ചീസ് ചുന്നേ കാ അവസർ ദേത്തി ഹെ. ചില സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കിട്ടുക നമുക്ക് അങ്ങനെയുള്ള അവസരത്തിൽ എന്താണ് നമുക്ക് അത് മിശ്രിതമായിട്ടുള്ള സംസ്കാരമാണെന്നുണ്ടെങ്കിലും വേറെ ആണെന്നുണ്ടെങ്കിലും ചില അവസരങ്ങൾ നമുക്കത് കിട്ടുകയാണ്. ഹം ഉസ്കാ ലാഭ് പ്രായ നഹി ഉഠാ രഹേ. പക്ഷെ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ ലാഭം നമ്മൾ എടുക്കുന്നില്ല. കാരണം അതാ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വിവിധ തരത്തിലുള്ള ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താണ് അതെന്താണെന്ന് നോക്കും, നമ്മൾ അത്
മാത്രമായിട്ട് കുറച്ച് ഇരുന്ന് കഴിച്ച് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഹെൽത്തിന് നല്ലതെന്ന്. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നമ്മളെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിച്ച് അതിൻ്റെ ബെനിഫിറ്റ് എടുക്കണില്ല എന്നാണ് പറയുന്നത്. हम अक्सर एक ही प्लेट में कई तरह के और कई बार तो बिल्कुल विपरीत प्रकृति वाले व्यंजन परोस लेना चाहते हैं. അപ്പോൾ എന്താവുന്നത്, നമ്മൾ ഇതാണ് ഒരു പ്ലേറ്റ് എടുക്കും, അതിൽ കുറേ ഐറ്റംസ് അങ്ങോട്ട് എടുക്കും, ഒരുമിച്ച് നിന്നിട്ട് അതിലിരുന്ന് കഴിക്കും. ഏതിൻ്റെ സ്വാദ് ഒന്നും ആസ്വദിക്കാൻ പറ്റാണ്ട് അതെന്താ പറയുന്നത് വെച്ചാൽ ബിൽക്കുൽ വിപരീത് പ്രകൃതി വാലെ വ്യഞ്ജൻ പരോസ് ലേന ചാത്തെ ഹെ. വിപരീത് പ്രകൃതി വാലെ, അത് രണ്ടിൻ്റെയും ക്വാളിറ്റീസ് വിപരീതമായിരിക്കും. അതാണ് പറയണത്. ഒന്ന് ഇന്ത്യൻ ആണെങ്കിൽ ഇനിയൊന്ന് വല്ല നൂഡിൽസോ അങ്ങനെ വല്ലതുമാണെന്നുണ്ടെങ്കിൽ അത് വല്ല വെസ്റ്റേൺ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു തരത്തിലും മാച്ച് ആവാത്ത നമ്മൾ അങ്ങനെയുള്ള ഒരു ആഹാര രീതി ആണ് നമ്മളുടെ ഇപ്പോൾ. അപ്പോൾ എന്താവും, അത് നമുക്ക് അനുകൂലമായിരിക്കില്ല, നമ്മളുടെ ഹെൽത്തിന് നല്ലതായിരിക്കില്ല എന്നാണ് പറയുന്നത്. इसलिए खान पान की जो मिश्रित विविध संस्कृति बनी है और लग यही रहा है कि यही और अधिक विकसित होने वाली है. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ഖാൻ പാൻ की जो मिश्रित विविध संस्कृति बनी है, വിവിധ സംസ്കാരത്തിൻ്റെ ഒരു മിശ്രിതമായിട്ടുള്ള ഒരു രീതി ഇപ്പോൾ ഉണ്ടായതുപോലെ, ഓർ യഹി ലഗ് യഹി രഹാ ഹെ, എന്താണ് തോന്നുന്നത് വെച്ചാൽ ഇതാണ് തോന്നുന്നത്, കി എന്തെന്നാൽ യഹി ഓർ അധിക് വികസിത് ഹോനെ വാലിയ, ഇതേപോലുള്ള സംസ്കാരം തന്നെയാണ് ഇനിയും വികസിച്ചുകൊണ്ടിരിക്കണം എന്നാണ് തോന്നുന്നത്, ഇനി ഇതുപോലെ തന്നെയാണ് പോകാമെന്നാണ് തോന്നുന്നത്. ഉസേ തരസെ ജാഞ്ചത്തെ രഹന ജറൂരി ഹെ. പക്ഷെ അങ്ങനെയല്ല, അതിനെ ജാഞ്ചത്തെ രഹന, അതിനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം അത് എത്രത്തോളം നമുക്ക് നല്ലതാണോ നല്ലതല്ലയോ, നമ്മൾ ഏത് രീതിയിലാണ് അതിനെ എടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉള്ള സമയത്ത് അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു രീതി നന്നല്ല എന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചാപ്റ്റർ.